അധിക്ഷേപ രാഷ്ട്രീയം മുറുകെ പിടിച്ചാണ് CPM എല്ലാ കാലത്തും മുന്നോട്ട് പോകുന്നത് എന്നതിന്റെ തെളിവുകൾ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലിനെതിരെ നടത്തിയ പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു നടത്തിയ പരാമർശം. ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ഷാഫി ഉടൻ ബാംഗ്ലൂരുവിലേക്ക് ട്രിപ്പ് വിളിക്കുമെന്നായിരുന്നു EN സുരേഷ് ബാബുവിന്റെ ആരോപണം. എന്നാൽ സുരേഷ് ബാബുവിന്റെ ഈ വാക്കുകൾ വിവാദമായതോടെ താൻ ഷാഫിയുടെ പേര് പറഞ്ഞിട്ടില്ല എന്നായിരുന്നു സുരേഷ് ബാബുവിന്റെ വാദം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹെഡ് മാർഷൽ എന്ന പേരിലാണ് ആരോപണം ഉന്നയിച്ചത്. മാധ്യമങ്ങളാണ് ഷാഫിയാണെന്ന് പറഞ്ഞത്. ഷാഫി അത് സ്ഥിരീകരിച്ചു. പിന്നെ താനായിട്ട് എന്തിനെ തള്ളിക്കളയണം? വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നടത്തുന്ന രീതി CPM പ്രവർത്തകർക്കില്ലെന്നുമായിരുന്നു വിവാദങ്ങൾക്ക് ശേഷമുള്ള സുരേഷ് ബാബുവിന്റെ പ്രതികരണം. രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യേണ്ടത് എന്നും താൻ പറഞ്ഞത് ഷാഫി നിഷേധിച്ചിട്ടില്ല എന്നുമാണ് സുരേഷ് ബാബുവിന്റെ വിചിത്രവാദം. കുമ്പളങ്ങ കട്ടത് ആരാണെന്ന് ചോദിച്ചാൽ എന്തിനാണ് ഷാഫി തോളിൽ ചെളിയുണ്ടോ എന്ന് നോക്കുന്നത്? ഷാഫി നിയമ നടപടി സ്വീകരിച്ചാൽ അപ്പോൾ നോക്കാമെന്നും ആരോപണത്തിന്റെ തെളിവുകൾ സമയമാകുമ്പോൾ നൽകേണ്ടിടത്ത് നൽകുമെന്നും ഒക്കെയുള്ള വീരവാദങ്ങളാണ് സുരേഷ് ബാബുവിൽ നിന്നും ഉണ്ടായത്. എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് മനസ്സിലായതോടെ മലക്കം മറിഞ്ഞിരിക്കുകയാണ് സുരേഷ് ബാബു. എന്നാൽ സുരേഷ് ബാബുവിന്റെ ഈ ആരോപണത്തിൽ ഷാഫി പറമ്പിലിന്റെ മറുപടിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ സ്വീകാര്യത നേടിക്കൊണ്ടിരിക്കുന്നത്. CPM 2026 തെരഞ്ഞെടുപ്പിലേക്ക് കരുതി വെച്ചിരിക്കുന്ന തന്ത്രം ഇതാണോ എന്നായിരുന്നു ഷാഫിയുടെ ചോദ്യം. പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ ആരോപണങ്ങളോട് ഷാഫി പറമ്പിലിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: അധിക്ഷേപങ്ങളുടെ രാഷ്ട്രീയം മുറുകെ പിടിച്ചാണ് CPM മുമ്പോട്ട് പോകുന്നത്. ഇതാണോ CPMന്റെ രാഷ്ട്രീയം? ഒരു ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുക എന്നുള്ളതാണോ തിരഞ്ഞെടുപ്പിലേക്ക് CPM ഒരുക്കി വെക്കേണ്ട മാനിഫെസ്റ്റോ? ഇതാണോ CPMന്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക? CPM നേതൃത്വം മറുപടി പറയണം. ജനങ്ങളുടെ മുമ്പിൽ വേറൊന്നും പറഞ്ഞു പിടിച്ചു നിൽക്കാൻ പറ്റാഞ്ഞിട്ടാണോ വ്യക്തിഹത്യയും അധിക്ഷേപവും? തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരം ചർച്ചകളിലേക്ക് മാറ്റണമെന്നായിരിക്കാം അവർ ആഗ്രഹിക്കുന്നത്. ജനം വിലയിരുത്തട്ടെ. ഇതാണോ CPM 2026 കരുതി വച്ചിരിക്കുന്ന തന്ത്രമെന്ന് വ്യക്തമാക്കട്ടെ. ഇതാണോ CPMന്റെ 2026 രാഷ്ട്രീയ ടൂൾ? ഷാഫി പറമ്പിൽ ചോദിക്കുന്നു. കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞിട്ടും കൃത്യമായ സർക്കാർ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചിട്ടും തിരഞ്ഞെടുപ്പ് നേരിടാനുള്ള ആർജവും കേൾപ്പും ഞങ്ങൾക്കുണ്ട്. അവരുടെ ഒരു നേട്ടവും പറയാനില്ലാത്തതിന്റെ പ്രയാസങ്ങളിൽ നിന്നാണ് വ്യക്തിപരമായും രാഷ്ട്രീയമായും തകർക്കാനായി ശ്രമിക്കുന്നത്. വർഗീയവാദിയാക്കാനായിരുന്നു ആദ്യം ശ്രമിച്ചത്. അത് ഏശാഞ്ഞിട്ടാണ് വേറൊരു കാര്യം കൊണ്ടുവന്നത്. ആ വാക്കുകൊണ്ട് എന്ത് മറുപടിയാണ് അർഹിക്കുന്നത് എന്നും ഷാഫി ചോദിക്കുന്നു. അടിസ്ഥാനരഹിതമായി ഇത്തരം ആരോപണങ്ങൾ പടച്ചുവിടുന്നത് CPMന്റെ വിശ്വാസ്യതയെ തകർക്കുകയും ഷാഫിയോടുള്ള ഇഷ്ടം കൂടുന്നതിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം ഉയർന്നപ്പോൾ DYFIക്കാർ വടകരയിൽ ഷാഫിയെ തടഞ്ഞത് ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യത നൽകിയിരുന്നു. ഈ വിഷയവും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. സുരേഷ് ബാബുവിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഷാഫി പറമ്പിലിന് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. എന്തുതന്നെയായാലും ഷാഫിക്കെതിരെ ഇത്തരത്തിൽ CPM ഒരു മാർഗം സ്വീകരിച്ചത് UDFന് ഗുണം ചെയ്തിരിക്കും.